കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ ലോറികൾ തിരികെ നൽകാനാകില്ല എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കുകയാണ്. ലോറി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി. ലോറികൾ ലേലം ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, കനത്ത തീരുമാനമാണല്ലോ കോടതി എടുത്തിരിക്കുന്നത്. ഈ ലോറികൾ വിട്ടു നൽകില്ല എന്ന് തന്നെയല്ല, അത് ലേലം ചെയ്യണമെന്നുകൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ, അല്ലേ? വിജയകുമാർ, കനത്ത ഒരു മറുപടി തന്നെയാണ്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനെയും കേരള സർക്കാരിനെയും വിമർശിച്ചുകൊണ്ടുകൂടി കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. മധുരൈ ബെഞ്ചിന് മുന്നിൽ ഇന്നൊരു കേസ് വന്നിരുന്നു, ഇന്നൊരു ഹർജി വന്നിരുന്നു. ഒരു ലോറി ഉടമ ഷിബു നൽകിയ ഹർജിയാണ്. തന്റെ വാഹനം പിടിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, ഈ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ്. എന്നാൽ മദ്രാസ് ഹൈക്കോടതി ആ ഹർജിയിൽ അധിക വാദം പോലും കേൾക്കാൻ നിൽക്കാതെയാണ് ഈ ഒരു ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് ലോറി ഒരു തരത്തിലും വിട്ടു നൽകാനാകില്ല, മാലിന്യം മറ്റൊരു സംസ്ഥാനത്തേക്ക് തള്ളുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്, അത്തരത്തിൽ മാലിന്യവുമായി വരുന്ന വണ്ടി ഒരു കാരണവശാലും തിരിച്ചു നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല, വാഹനം തിരിച്ചു നൽകാതിരിക്കുക മാത്രമല്ല, ഇത് ലേലം ചെയ്യണമെന്ന് കൂടി കടത്തി പറഞ്ഞിരിക്കുകയാണ് കോടതി. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഹോം സെക്രട്ടറിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും DGPക്കും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിക്കും കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി. ഏത് ഭാഗത്തേക്ക്, സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തേക്ക് മാലിന്യവാഹനം വന്നാലും ഇത് ഉടനടി പിടിച്ചു വെക്കണമെന്നും ഒപ്പം ഈ വാഹനങ്ങൾ ലേലം ചെയ്യണമെന്നുമാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഒരു കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസം അടക്കം പാലക്കാട് നിന്ന് ഒരു മാലിന്യ വാഹനം ഇവിടെ തമിഴ്നാട്ടിലേക്ക് വന്നിരുന്നു. പല ജില്ലകളിലായി ഇപ്പോഴും ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ്. ഈ ഒരു തരത്തിൽ മാലിന്യ നിയന്ത്രണ ബോർഡ് കൃത്യമായി ഇടപെടൽ നടത്തണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ വരാനിരിക്കുന്ന കേസുകളിൽ ഈ ഹരിത ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കേസൊക്കെയും കേരളവും തമിഴ്നാടും തമ്മിൽ നടക്കുകയാണ്. ഇതിലും സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, ലോറികൾ തിരികെ നൽകില്ല എന്ന് തന്നെയല്ല, അതൊക്കെ ലേലം ചെയ്യണം എന്നുകൂടിയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.